ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ വിചാരിച്ചു ഏകദേശം എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ കുറച്ച് ഫേസ് വാഷസ് പരിചയപ്പെടുത്താൻ. വേറൊന്നുമല്ല, ഇപ്പോൾ പലർക്കും എന്താ പറയുക, ഓക്കെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളതിൽ കുറച്ച് കൺഫ്യൂഷൻ ഇപ്പോഴുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അധികം സെലക്ട് ചെയ്യുക ഇതുപോലെ ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയ ഫേസ് വാഷസ് ആണ്. അപ്പം അത് കുറച്ച് ജെൻറ്റിലായിട്ടുള്ള കുറച്ച് ഫേസ് വാഷസ് നോക്കാൻ വിചാരിച്ചു. ഫസ്റ്റ് സെറ്റാഫിലിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ്. ഇത് അത്യാവശ്യം എന്താ പറയുക ജെൻറ്റിലായിട്ടുള്ളൊരു ഫേസ് വാഷ് തന്നെയാണ്. ഇതിൽ വിറ്റമിൻ B3 അതുപോലെ തന്നെ വിറ്റമിൻ B5 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. തന്നെ നമ്മളെ സ്കിന്നിന് അത്യാവശ്യം എന്താ പറയുക സ്കിൻ ബാരിയർ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തവർക്ക് അറിയാം. ഇതിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ശരിക്കും ക്ലെൻസ് ചെയ്യുന്നുണ്ടോ, എന്താ അധികം പതയത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ശരിക്കും മുഖം ക്ലെൻസ് ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നും ചിലർക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ അങ്ങനെയല്ല, ഇത് അത്യാവശ്യം നമ്മളെ ജെൻറ്റിലായിട്ട് തന്നെ നമ്മളെ സ്കിന്നെ ക്ലെൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഫേസ് വാഷാണ്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മൾ സിമ്പിളിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ്. ഇത് അത്യാവശ്യം സ്കിൻ എന്താ പറയുക മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാനും അതുപോലെ സ്കിൻ ബാരിയർ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ഇതിൽ വിറ്റമിൻ B5+E അതുപോലെ തന്നെ സോപ്പ് ഫ്രീ ആണ്. നോ പാരബൻ, നോ പെർഫ്യൂംസ്, നോ കളേഴ്സ്, അങ്ങനെ ഹാഷ് കെമിക്കൽസ് ഒന്നുമില്ല. അത്യാവശ്യം ജെൻറ്റിലായിട്ടുള്ളൊരു ഫേസ് ചെയ്തു സെറ്റാഫിൽ ഏകദേശം അത്യാവശ്യം എന്താ പറയുക ജെൻറ്റിലായിട്ട് വരുന്ന രണ്ട് ഫേസ് വാഷ്. ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ്. ഇതിലൊന്നുമില്ല ശരിക്കും, തീർന്നു ഞാൻ യൂസ് ചെയ്തത്. ഇപ്പം ഞാൻ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഫോക്സ്റ്റെലിൻ്റെ ഈ ഒരു ഫേസ് വാഷ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, വേറെ ഒന്നുമില്ല. ഇത് നമുക്ക് ഒരേ സമയം ഒരു ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ, നമ്മളിപ്പോൾ ഒരു ഫേസ് വാഷായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെയിലി മോർണിംഗും അതുപോലെ തന്നെ നൈറ്റും എന്ത് ചെയ്യാം, നോർമലി എങ്ങനെയാണോ നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് അതുപോലെ നമുക്കൊരു ക്ലെൻസറായിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു ഫേസ് മാസ്ക് ആണ് വേണമെങ്കിൽ ഒരു വീക്ക്ലി 2 to 3 ടൈംസ് ഒക്കെ ഇതൊരു ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലൊരു 2-3 പംപ്സ് എടുത്തിട്ട് നമ്മളെ ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇതിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനൊക്കെ ഹെൽപ്ഫുൾ ആണെന്ന്. അതുപോലെ തന്നെ എന്താ പറയുക ഒരു നമ്മൾ ക്ലെൻസറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക പോർസൊക്കെ ഉള്ള അതിലുള്ള ഡേർട്സൊക്കെ റിമൂവ് ചെയ്യുക. അത്യാവശ്യം ഒരു ഓക്കെ പ്രൊഡക്റ്റാണ്. ഇനിയിപ്പം ഇതിൽ പറയുന്നത് നോർമൽ ടു ഓയിൽ സ്കിന്നിന് അത്യാവശ്യം ബെറ്റർ ആയിട്ട് തോന്നി. ഓൾ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നോർമൽ ടു ഓയിൽ സ്കിന്നിന് ഒരു ഓക്കെ പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫ്രഞ്ച് പിങ്ക് ക്ലേ പ്ലസ് സോഡിയം PC അടങ്ങിയിട്ടുണ്ട്. ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഈ ഒരു ഡേം ടച്ചിൻ്റെ 2% സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷ്. ഇതൊരു ഡെയിലി ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ആക്നെ അതുപോലെ തന്നെ ഭയങ്കര ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഉള്ള ഒരു സ്കിന്നാണെങ്കിൽ അവർക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. പിന്നെന്താ, നമ്മുടെ ഫേസിൽ ഇമ്പ്യൂരിറ്റീസ് അതുപോലെ തന്നെ ആക്സസ് ആയിട്ട് ഒരുപാട് ഓയിൽസ് ഉണ്ട്. അതൊക്കെ മൊത്തമായിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാനോ അതുപോലെ തന്നെ നമ്മളെ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് തുറന്ന് കാണിക്കണമെന്നുണ്ട് സംഭവം. ഞാനിത് കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയ ടൈമിൽ ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. അതുകൊണ്ട് സാധനം തിരിച്ചെടുത്തിക്കില്ല, അതുകൊണ്ട് വീട്ടിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാക്കറ്റാണ്. ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫേസിൽ കണ്ടോ അതുപോലെ എൻ്റെ മുഖത്ത് ഇങ്ങനെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്താൽ ചെറിയൊരു 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിൽ ഈ ബംസായിട്ട് അതൊക്കെ ഇങ്ങനെ ഒന്നും അമ്പിപ്പോയിക്ക്. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് വരും. ഈ ഒരു കാലാവസ്ഥ ചേഞ്ച് എനിക്ക് പെട്ടെന്ന് പിമ്പിൾസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇത് എപ്പം സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ പിമ്പിൾസൊക്കെ വരുന്ന ടൈമിൽ ഞാൻ അധികം ഇത് തന്നെ യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.